ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ ISI-1 ലൈറ്റ്, ISI-1 ലൈറ്റ്. ആക്ച്വലി ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് എനിക്കിത്. നല്ല പാക്കിങ്ങൊക്കെയാണ്. വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള അടിപൊളി നല്ലൊരു യൂസുള്ളൊരു ക്യാമറയാണ്. വിലയും കുറവാണ്. നല്ല നമുക്കിത് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാക്കിംഗ് ഒക്കെയാണ്. നല്ല പാക്കിംഗ്, ഗുഡ്. അടിപൊളി പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. ഓ, അടിപൊളി. ഇത് ഞാൻ ഓൾറെഡി പൊളിച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അതാ സീലിംഗ് ഒന്നും കാണാത്തത്. സീലിംഗ് ഉണ്ടാവും. ഇതാണ് ഐറ്റം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെ വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതിന് കുറേ ബോക്സസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതൊന്നും ചെക്ക് ചെയ്യാം, അതിൽ എന്തൊക്കെയുണ്ടെന്ന്. അത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ക്യാമറ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കൂടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. എന്തായാലും കേബിൾ വയറുണ്ട്. ഇത് C ടൈപ്പാണ്. C ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, ചാർജ് ചെയ്യണം. ഫാസ്റ്റ് ചാർജിങ് ആവും. ഓക്കെ, ദെൻ ഇതെന്താ സാധനം എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തതായിട്ട് എന്തോ. ഓക്കെ, ഇതിൻ്റെ കണക്ടർ. ഇത് വന്നിട്ട് നമുക്ക് സൈക്കിളിലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ മൗണ്ടാണത്. എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ. ഞാൻ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, അയ്യോ കറണ്ട് പോയി ഗൈസ്. ഓക്കെ, എന്നെ കറണ്ട് പോയി, അതാ പറ്റിയത്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് എന്താണ്? ക്യാമറ ഷെയ്ക്കായത് എൻ്റെ കൈ കൊണ്ട് തട്ടിപ്പോയതാണ്. ഇത് നമുക്ക് സ്ട്രാപ്പാണ്. ഇത് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തിനാന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഇതൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ആക്ച്വലി അറിയാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്. ഓക്കെ, എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഹെൽമെറ്റ് മൗണ്ടുകളാണ്. ഓക്കെ, പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട സാധനമുണ്ട്. ബാറ്ററിയാണ്. 1050 mAh ബാറ്ററിയാണ്. ചെറിയ ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ 2 ബാറ്ററി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ബാറ്ററി ഇവിടെ ഉണ്ട്, ഒരു ബാറ്ററി ക്യാമറയിലായിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുന്ന കുറേ കാർഡുകളും ഇതൊക്കെയുണ്ട്. ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ വ്യൂവർ യൂസർ ഗൈഡ് ഉണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കാനുള്ള QR കോഡുണ്ട്. വാറണ്ടി കാർഡ് വന്നിട്ട് QR-ലാണ്. അതൊരു അടിപൊളി പരിപാടിയാണ്. നമ്മൾ വാറണ്ടി കാർഡായിട്ടില്ല, നമ്മളിത് സ്കാൻ ചെയ്താൽ വാറണ്ടി കാർഡ് ആക്റ്റീവ് ആവും. ഓക്കെ, എല്ലാവർക്കും നോക്കാം. ബാറ്ററി. ഓക്കെ, ഇതിനകത്ത് നമുക്കിപ്പോൾ വേണ്ടത് ക്യാമറയാണ്. ഓക്കെ, ഇതാണ്. ഒരു ഐറ്റം കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടെ വന്നാണ് ഒരു പൗച്ചുണ്ട്. പൗച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ അകത്ത് ഇതാണ് ക്യാമറ. ഇത് വ്ളോഗിങ്ങൊക്കെ ആദ്യം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് വാട്ടർ പ്രൂഫ് കേസാണ്. അതിൻ്റെ അകത്ത് ഇതാണ് ക്യാമറ.
കാണുന്നുണ്ടോ? ഓക്കെ. അത്യാവശ്യം നല്ല ഡിസൈനാണ്. ഇതിൽ സി ടൈപ്പാണ് വരുന്നത്. കാണുന്നുണ്ടോ? ഓക്കെ, സി ടൈപ്പാണ് വരുന്നത്. ഇതാണ് മുതൽ. നല്ല അടിപൊളി ക്യാമറയാണ്. ഇതിൽ 4K ഉണ്ട്, 5K ഉണ്ട്, 2K ഉണ്ട്. 5K വരെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് UV എന്താ അൾട്രാ വൈറ്റ് വെച്ചാൽ നമ്മൾ സൂര്യപ്രകാശമൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ലെൻസിനെ എടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. നല്ല ഇന്നോവേഷനാണത്. അത്യാവശ്യം നല്ല. ഇപ്പോൾ രാത്രിയായതുകൊണ്ടിത് ഇരുട്ടത്ത് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. ഡ്യുവൽ ഡിസ്പ്ലേ ആണ്. ഞാനിപ്പോൾ ഓണാക്കാം. ഓണായത് മെമ്മറി കാർഡൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഓൺലൈനിൽ വാങ്ങിയപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഒരുമിച്ച് ബുക്ക് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ ഒന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ 128 GB മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അത്യാവശ്യം നല്ല റെക്കോർഡിങ്ങെല്ലാം ഒക്കെ പെർഫെക്റ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണുള്ള സ്ലോ മോഷൻ ഉണ്ട്, ലൂപ്പ് റെക്കോർഡിംഗ് ഉണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, നോർമൽ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അതുണ്ട്, ഓട്ടോമാറ്റിക് ഫോട്ടോ ഉണ്ട്, അതിൽ ബേസ്റ്റ് ഫോട്ടോ ഉണ്ട്. ബേസ്റ്റ് ഫോട്ടോ എന്ന് നിങ്ങൾക്കറിയില്ലേ, നമ്മളൊരു വസ്തുവിനെ മൂവ് ചെയ്യുന്ന വസ്തുവിനെ എടുക്കുമ്പോൾ ആ മൂവിങ്സ് കറക്റ്റായിട്ട് നമുക്കതിൽ കിട്ടും. പിന്നെ ട്രിംഡ് ഫോട്ടോ ഉണ്ട്, വൈഫൈ ഉണ്ട്. ഓക്കെ, ഫയൽസെല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വൈഫൈ ഓക്കെയാണ്. നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് വൈഫൈ. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴത്തെ ഏറോ മാർക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഫ്രണ്ട് ഡിസ്പ്ലേ ഓണാവും. നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ ഓണായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണില്ല, ഇടയാകൊണ്ടാണ് ഞാൻ രാത്രി എടുക്കുന്ന വീഡിയോസ്. സമയം കിട്ടാറില്ല, കറണ്ട് പോയി വിടാ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഉണ്ട് അതിൻ്റെ അകത്ത് വരുന്നതൊക്കെ. അതിൻ്റെ നിഴലാണ് കാണുന്നത്. ഇതാണ് EC1 ലൈറ്റ്. നല്ല ക്യാമറ കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല, റിവ്യൂ പറയാൻ പറ്റും.
പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, അത് ഇനി എന്താ വെച്ചാൽ ഞാനൊരു ബ്ലൂടൂത്ത് മൈക്ക് മേടിച്ചു. മൈക്ക് മേടിച്ച് ഇതിൽ കണക്റ്റ് ആവുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതിൻ്റെ അകത്താണ്. ബോയ വീട്ടൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ്. ബട്ട് ഇതിൽ കണക്റ്റ് ആവുന്നില്ല. എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ. അതാണ് എനിക്ക് ഞാനത് കുറേ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി, പക്ഷേ ഒന്നും അത് സെറ്റാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണോ, നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണോ. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് സി ടൈപ്പാണ്, അതും സി ടൈപ്പാണ്, കണക്റ്റ് ആവുന്നില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണോ, അതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ റിവ്യൂ ഒന്നല്ല, ജസ്റ്റ് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങളെ കാണിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓവറോൾ റിവ്യൂ ഒന്നും എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ അത്ര ടെക്കിയല്ല. അപ്പോൾ ജസ്റ്റ് കുഴപ്പമില്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ജസ്റ്റ് 5,999 ആണ്. 5K റെസൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും മോശമില്ല. എനിക്ക് ഇല്ലേ പോരാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സാധാരണ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കുള്ളൊരു ആക്ഷൻ ക്യാമറ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറ ഇത് തന്നെയാണ്. 5K ഉണ്ട്. ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചില്ല. ബോക്സിൻ്റെ അകത്ത് തന്നെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. 5K റെസൊല്യൂഷൻ ഉണ്ട്. ഡ്യുവൽ ഡിസ്പ്ലേ ആണ്. എക്സിനുണ്ട്. 180 ബാറ്ററി, 2 ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഡിറ്റാച്ചബിൾ ലെൻസ് ഫിൽറ്ററാണ്, നമുക്ക് ഫിൽറ്റർ മാറ്റാം. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഇത് മൗണ്ടൻസ് കാര്യങ്ങളൊക്കെയാണ്. USB ചാർജർ, അത്യാവശ്യം നല്ല ഒരു ക്യാമറ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? ഇമേജ് സെൻസർ ഉണ്ട്. 15 മെഗാ വീഡിയോ റെസൊല്യൂഷൻ വന്നിട്ട് 5K, 4K, 2.7K, 180, 720p ഉണ്ട്. പിന്നെ ഫോർമാറ്റ് MP4 ISO വന്നിട്ട് 1320. ഇമേജ് റെസൊല്യൂഷൻ 50, 24, 12 ഉണ്ട്. പിന്നെ നമുക്ക് ലെൻസ് 170 ഡിഗ്രിയാണ്. ഇമേജ് സ്റ്റെബിലിറ്റി, ഇലക്ട്രിക്കൽ ഇമേജ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഇലക്ട്രിക്കൽ ഇമേജ് സ്റ്റെബിലിറ്റി. പിന്നെ വൈഫൈ സപ്പോർട്ടാണ്. വാട്ടർ പ്രൂഫ് ലെവൽ 30 മീറ്ററാണ്. ഇതൊക്കെയാണ്. സ്റ്റോറേജ് മീഡിയ 116 GB to 256 GB വരെ നമുക്കിതിൽ മൈക്രോ SD ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 128 GB ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ. ബാക്കിയുള്ള നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നാലും നമ്മളെ ചാനൽ മുന്നോട്ട് പോകും. അപ്പോൾ ഇതുവരെ കാണാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻ്റ് ഇടുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.